ഹലോ ഡയറക്ടർ പെരേരയാണ്. എടോ തൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. എന്ത് എൻ്റെ സിനിമ ഇടോ കേരളത്തിൽ ഇന്ത്യയിലും റിലീസ് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ അവിടെ റിലീസ് ചെയ്യുന്നു എടോ കുന്നംകുളത്ത് എനിക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്, അവിടെ റിലീസ് ചെയ്യും ഞാൻ. എൻ്റെ സിനിമ 100 ദിവസം ഓടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എടാ തൻ്റെയൊക്കെ പ്രശ്നം എന്നറിയോ, മലയാള സിനിമയിൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും പേടി പാടില്ല. തനിക്ക് എന്ത് നോക്കിയാലും പേടിയാണല്ലോ. ഒരിക്കലും നമ്മൾ പേടിക്കരുത്. നമുക്ക് മനോധൈര്യം വേണം, എന്നാലേ നമുക്ക് സിനിമ പിടിക്കാൻ പറ്റുള്ളൂ. സാറേ ഇവിടെ അല്ലേ മറ്റേ നടക്കണത്? എടാ ഒരു ഡയറക്ടറാണ് ഞാൻ, മനസ്സിലായോ? ഒരു അത്യാവശ്യം ഒരു വലിയ വലിയ സിനിമകളൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ഡയറക്ടറാണ്. ആ ഡയറക്ടർ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? അല്ല ഞാൻ സാറ് പുതിയ സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാണ്. സിനിമ ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് സിനിമ ഉണ്ടാക്കുന്നത്. എടാ സിനിമ ഡയറക്ടറാണ് ഞാൻ ഡയറക്റ്റാണ് ചെയ്യുന്നത്, അല്ലാതെ സിനിമ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മനസ്സിലായോ? ഞാനേ സാറിന്റെ പുതിയ പടത്തിൽ കയറാൻ വന്നാണ്. പടത്തിൽ കയറാൻ പടം എന്താ തെങ്ങാണോ ഈ പടത്തിൽ കയറാന്ന് പറഞ്ഞ പോലെ? എടാ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നല്ല കഴിവും സൗന്ദര്യമുള്ള വ്യക്തികൾ മാത്രമാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് ആവശ്യം. എനിക്ക് ഭയങ്കര കഴിവല്ലേ? തനിക്ക് കഴിവുണ്ടോ? 2 നില വീടുണ്ട്, 1 ഏക്കർ പറമ്പുണ്ട്, പിന്നെ കുറെ പീഡിയ റൂമുണ്ട്, ഓട്ടർഷ ഉണ്ട്. വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, കടമുറികളെല്ലാം ഉണ്ട്. ഇതെല്ലാം അമ്മാവന്റെ പേരിലാണ്. അമ്മാവനായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേസ് വിധിയായി കഴിഞ്ഞാൽ ഞാൻ സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യും. എടോ ആ കഴിവിന്റെ കാര്യമല്ല ചോദിച്ചത്. എന്താ പറയാ, തനിക്ക് കലയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? സാർ ആവശ്യമില്ലാത്ത കാര്യം പറയരുതിട്ടാ. ആൾക്കാരത് വെറുതെ പറഞ്ഞുണ്ടാക്കണേണ്. എനിക്ക് അവളായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. എടാ തനിക്ക് കലയുമായിട്ട് ബന്ധമില്ലോ? ഇല്ല, എനിക്ക് അവളെ അന്യത്തില്ല, അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് അവളെ അന്യത്തില്ല, അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. സാറേ പിന്നെ ഞങ്ങൾ രണ്ടുപേരും സിനിമക്ക് പോയി പാർക്കിൽ പോയി എന്നൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കണ. നിങ്ങൾ രണ്ടുപേരും സിനിമ കണ്ടില്ലേ? സാറേ ഞങ്ങൾ സിനിമ കണ്ടില്ല. നിങ്ങൾ രണ്ടുപേരും സിനിമ കണ്ടു. എന്റെ സാറേ അന്ന് സിനിമക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ലാന്ന്. അങ്ങനെ ടിക്കറ്റ് കിട്ടാണ്ട് വന്നപ്പോഴേ ഞാൻ എന്താന്ന് വെച്ചാല് ഞങ്ങള് പെൺകുട്ടിയല്ലേ, സമയം വൈകിപ്പോയി, രാത്രി ഒറ്റക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഞങ്ങളൊരു റൂം എടുത്ത്, റൂമിന് 500 റുപ്യാണ് വാടക. അപ്പൊ 2000-ന്റെ ഒരു നോട്ടാണ് എന്റെ കയ്യിലുണ്ടായത്. അതായത് ഞാൻ ഈ 2000 റുപ്യ കൊടുത്ത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അവരുടെ ചേഞ്ച് ഉണ്ടായില്ല അല്ലേ? നല്ല കാര്യം. എടോ തന്റെ ആ അഭിനയ കഴിവിന്റെ കാര്യമല്ല, സിനിമ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ കഴിവ് വേണം, മനസ്സിലായോ? അഭിനയിക്കാൻ കഴിവ് വേണം, പാട്ട് പാടാൻ കഴിവ് വേണം, ഡാൻസ് ചെയ്യാൻ കഴിവ് വേണം, അങ്ങനെ ഒരുപാട് കഴിവ്. താൻ എന്തൊക്കെ ചെയ്യും? ഞാൻ കൽപ്പണിക്കവും വാർക്കപ്പണിക്കവും തൂമ്പാപ്പണിക്കവും റോഡ് പണിക്കവും പിന്നെ തവളൻ പിടുത്തോണ്ട് മെയിനായിട്ട്. പിന്നെ അത്യാവശ്യം പൈസ കിട്ടിയാൽ ഞാൻ മറ്റേ കക്കൂസ് വരെയും ക്ലീൻ ചെയ്യും. എടോ ഞാൻ ഡയറക്ടറുടെ മുഖത്തേക്ക് പറയാവുന്ന കാര്യങ്ങളാണ് താൻ പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല നമുക്ക്. അതായത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു സീൻ അഭിനയിക്കാനുള്ള കഴിവ് വേണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തനിക്ക് ഒരു ക്യാരക്ടർ തന്നാൽ താൻ എന്ത് ചെയ്യും? എനിക്ക് ജ്യൂസ് അടിച്ച് തന്നാൽ മതി. എന്ത് ക്യാരറ്റ്? എടോ തനിക്ക് ഞാനൊരു റോള് തന്നാൽ ഞാനിങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകും. എടോ തനിക്ക് ഞാനൊരു വേഷം തന്നാൽ? ദൈവമേ, വേഷത്താൽ കൊല്ലാൻ പോലെ ഞാൻ സാറിന് വല്ല പറഞ്ഞിട്ടുണ്ടാ? തനിക്ക് ഞാനൊരു സീൻ തന്നാൽ താൻ എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്യും. ചെയ്യല്ലോ. എനിക്ക് ചെറിയ സീൻ എന്തെങ്കിലും മതി. എന്താ? ഒരു ബലാത്സംഗി. ഞാൻ പറയുന്ന പോലെ എനിക്കിവിടെ അഭിനേതാക്കളെ ഒരുപാട് ആവശ്യമുണ്ട്. താൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ തന്നെ ഈ സിനിമയിൽ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞോളൂ. ഒരുപാട് ആൾക്കാർ മലയാള സിനിമയുടെ ഭാഗമാവാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അത് താൻ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ തനിക്കെന്ന് പറയാനായിട്ട് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, പ്രത്യേകമായിട്ട് കഴിവുകളൊന്നും ഞാൻ കാണുന്നില്ല. അല്ല ഞാൻ മിമിക്രി പാട്ട് അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു സിറ്റുവേഷൻ പറയാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് താൻ അത് വ്യക്തമായിട്ട് അഭിനയിച്ച് കാണിച്ചാൽ തനിക്ക് അവസരം കിട്ടും. അതായത് താൻ വളരെ മനസ്സിരുത്തി ജാഗ്രതയോടുകൂടി കേൾക്കണം, എന്നാലും തനിക്ക് ആ കഥാപാത്രമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അതായത് തൻ്റെ ഭാര്യ അയൽപക്കത്തുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. എന്റെ സാറേ അവന് അത് തന്നെ വേണം. ആർക്ക്? ആ സുബീഷല്ലേ, അവന് ഭയങ്കര അഹങ്കാരിയാണ്. അവന് ദൈവം കൊടുത്ത പണിയാണ്. എന്റെ ദൈവമേ, ഒറ്റടിക്ക് നീ 2 ഒഴിവാക്കി തന്നല്ല. തനിക്ക് ഒരു വിഷമില്ലേ? ഞാനെന്തിനു വിഷമിക്കണ്? എന്റെ ഭാര്യ മൂദേവി എന്റെ തലേന്ന് പോയി കിട്ടി. അയാൾ അഹങ്കാരിയായ വിഭീഷണി നല്ലൊരു മുട്ടം പണി കിട്ടി. എടോ ഞാൻ അതല്ല, തന്റെ ജീവിതത്തിൽ തന്റെ ഭാര്യ എവിടെയും പോയിട്ടില്ല. ഇത് കഥാപാത്രമാണ്, കഥയാണ്. ഈ കഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ്. അപ്പൊ തനിക്ക് എന്തായാലും ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താൻ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ ഒരു ശ്രമം നടത്തണം. വില്ലൻ കഥാപാത്രം തനിക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ഡയലോഗ് പറയാം, അത് കറക്റ്റായിട്ട് താൻ അഭിനയിച്ച് കാണിക്കണം. അത് ഞാൻ കാണിച്ചോണ്ട്. ഉറപ്പാണല്ലോ? നല്ല ഗാംഭീര്യത്തോടെ. അതായത് നീ വന്ന് നായകന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം. നീ പറയണം. ഞാൻ പറയണം മുഖത്ത് നോക്കി? നീ പറയണം. നിനക്ക് അഭിനയിക്കണോ? അഭിനയിക്കണം. പിന്നെ നീ പറയണം. ഞാൻ പറയും. പറയല്ലോ. അതായത് നായകൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് ഇങ്ങനെ
കൈ പിന്നിൽ കെട്ടി നിൽക്കണം. എന്നിട്ട് പറയണം, ഒരു കൈ എടുത്ത് പറയണം, ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ആരാണ് ഇവരൊക്കെ? ഇതൊക്കെ ആരാണ്? എടാ നീ പറയേണ്ട ഡയലോഗാണിത്. ഇതൊക്കെ ഞാൻ പറയണം. ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നീയാണ്. ഞാൻ പറയണം. അത് നീയാണ്, നീ പറയണം. അപ്പൊ നായകൻ വരികയാണ്. ഓക്കെ, സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. ഞാൻ. അടിപൊളി, സൂപ്പർ. കോതമംഗലത്തേക്ക് റെഡി. കോതമംഗലല്ല, കോയമ്പത്തൂർ. വണ്ടിക്കാശ് തന്നെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുകൂടെ. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് ഡയലോഗ് പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് ഈ ഡയലോഗ് പറഞ്ഞത്. സാറേ വേറെ ഡയലോഗ് തന്നെ ഞാൻ അടിച്ചു പൊളിക്കും. ഒരു കാര്യം ചെയ്യാൻ ഞാൻ, അതായത് നിനക്ക് ഈ വില്ലനായിട്ട് ഒരിക്കലും ചെയ്യാനുള്ള ഒരു ഗാംഭീര്യം നിന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം, ചെറിയ പടം ഞാൻ ചെയ്യുമ്പോൾ അതിലൊരു നായികയുണ്ട്. അതായത് നായികയുണ്ട്, ഹീറോയിൻ ഉണ്ട്. അപ്പൊ താനാണ് നായകൻ. അപ്പൊ ആ നായികയോട് വന്ന് വളരെ പ്രേമപരവശനായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് നീ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യണം. നീ ചെയ്യോ? ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പ്രിയേ, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? പിണക്കമാണോ അതോ പരിഭവമാണോ? ഓക്കെ, അത് പറഞ്ഞോ. ആക്ഷൻ പറഞ്ഞോ. ആക്ഷൻ. പ്രിയേ, നീ എന്താ മുണ്ടില്ലാതെ നിക്കണേ? മുണ്ടില്ലാതെ എന്താണ് നീ വിളിച്ചു പറയുന്നത്? ഇങ്ങനെയാണ് വൃത്തിയോടെ വിളിച്ചു പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഡയലോഗ്. തെറ്റിയോന്നാ? നല്ല അടി കിട്ടുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് നോക്കി കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രം നിന്നെ സിനിമയിൽ എടുക്കില്ല. നീ തന്നെ പറഞ്ഞു വിടും, മനസ്സിലായോ? നിനക്ക് അഭിനയിക്കണോ? അതായത്, പ്രിയേ, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? പിണക്കമാണോ? ഓക്കെ ആണല്ലോ? ഓക്കെ, സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. പ്രിയേ, എന്തേ മിണ്ടാതെ നിൽക്കുന്നത്? സൂപ്പർ. നിനക്ക് പിണ്ണാക്ക് വേണോ? പിണ്ണാക്ക് നിന്റെ അണ്ണാക്കി തള്ളു. ഞാൻ ഇങ്ങനെയാണ് ഡയലോഗ് പറയാൻ പറഞ്ഞത്. എടാ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് നിനക്ക് കറക്റ്റായിട്ട് പറഞ്ഞൂടെ? തെറ്റിപ്പോയി. പിന്നെ ലാസ്റ്റ് ചാൻസ് ആണ്. ഒരു പ്രാവശ്യം കൂടി ഡയലോഗ് പറഞ്ഞു. പ്രിയേ, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? പിണക്കമാണോ അതോ പരിഭവമാണോ? ഇത് കറക്റ്റായിട്ട് പറയണം. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. പ്രിയേ, എന്തേ മിണ്ടാതെ നിൽക്കുന്നത്? പിണക്കമാണോ അതോ പരിപ്പട വേണോ? പരിപ്പട മതി. നിന്റെ അഭിനയം ഇഷ്ടപ്പെട്ട് മതി. നിനക്കൂടെ ചാൻസ് ഇല്ല, കടന്നു പോ. ഗെറ്റ് ഔട്ട്, ഐ സേ ഗെറ്റ് ഔട്ട്. സാർ അങ്ങനെ പറയരുത് സാറേ, എനിക്ക് വേറെ കുറെ കഴിവുകളൊക്കെ ഉണ്ട്. എന്ത് കഴിവാണ് നിനക്കുള്ളത്? ഞാന് മിമിക്രി, പാട്ട്, അങ്ങനെ പാട്ട് പാടുവോ? ഇത് പാട്ടിൽ തന്നെ വെറുതെ ഒരു പാട്ട് പാടിയിട്ട് കാര്യമില്ല. കാരണം ഗായകരൊക്കെ ഒരുപാട് വെയിറ്റിംഗ്, പാട്ട് പാടിയിട്ട് കാര്യമില്ല. എന്തെങ്കിലും അതിൽ വെറൈറ്റി വേണം. വെറൈറ്റി ഞാൻ നാദൃശ്യയുടെ വോയിസിൽ പാട്ട് പാടും. നാദൃശ്യയുടെ വോയിസിൽ പാട്ട് പാടും. ഏത് പാട്ടാണ് പാടുന്നത്? ഏത് പാട്ട് പാടും? ഏത് പാട്ട് പാടും? അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു മാപ്പിളപ്പാട്ട് പറയാം. അത് നാദൃശ്യയുടെ വോയിസിൽ പാടാൻ പറ്റും. പാടി നോക്കാം. ഓക്കെ ആണോ? കടക്കണ്ണിൻ മുന കൊണ്ടൽ എന്നുള്ള പാട്ട് നാദൃശ്യയുടെ വോയിസിൽ നിങ്ങൾക്ക് പാടാൻ പറ്റും. അത് പാടാം. അതെ സാറ് മറ്റേ ഇതൊക്കെ തരണം, ഇൻസ്ട്രുമെന്റ്സ്. അത് ഞാൻ എന്റെ വായ കൊണ്ട് ചെയ്തു തരാം. ഓക്കെ, അങ്ങനെ ഞാൻ അത് പാടിക്കോ. ശ്രീ നാദൃശ. കടക്കണ്ണിൻ മുന കൊണ്ടീട നെഞ്ചിനാകും വെട്ടി പിടിച്ചൊരു പെണ്ണാണ് നിന്റെ. ഓക്കെ. ഇനി അടുത്ത ആരുടെ ശബ്ദത്തിലാണ് പാടാൻ പോകുന്നത്? അടുത്തത് മാർക്കോസിന്റെ, KG മാർക്കോസ്. എന്നാ അതൊന്ന് കേൾക്കാം. കൂടമുല്ലച്ചീരയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കീനാവിലെ അഴകേറും പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ, ഇതാ വരുന്നേ. ഓക്കെ. ഈ പാട്ടുകാരെ വേണം. നമുക്ക് മലയാള സിനിമയിലെ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ പറ്റുമോ? താരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ഒന്ന് അവതരിപ്പിക്കണം. അതായത് പുതിയ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളുണ്ട്, ചെമ്പം വിനോദ്, അതുപോലെ തന്നെ അത്തരം താരങ്ങളുടെ ഒരു ശബ്ദത്തിലേക്ക് ചെയ്യോ? അന്നൊന്ന് കേൾക്കട്ടെ. ചെമ്പം വിനോദ് വേണോ? ചെമ്പം വിനോദ്. രാജാപാളം വരെ പോയി വരണം. വെറും 6 മണിക്കൂർ തോട്ടം, അതിന് 20,000 രൂപയോ? ഓക്കെ, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ അനുകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കൊരു വില ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതായത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അത്തരം താരങ്ങളുടെയൊക്കെ ശബ്ദങ്ങളും മാൻഡ്രസുകളൊക്കെ നിങ്ങൾ അനുകരിക്കും. ഞാൻ ജയൻ, മലയാള സിനിമയുടെ അനശ്വര നടൻ ശ്രീ ജയൻ. അതിനെന്തൊക്കെ വേണം ഇവിടെ? അതിന് മറ്റേ മ്യൂസിക് ഞാൻ മ്യൂസിക് ഇട്ടോളാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ? തിരിഞ്ഞു ജയനാവും. ഓക്കെ, അടിപൊളി. അപ്പൊ മ്യൂസിക് വേണം. മ്യൂസിക് ജയൻ. ആയിട്ടില്ലേ? മ്യൂസിക് ഇടാറായിട്ടില്ല. കുറച്ചുകൂടി ലേറ്റ് ആവണം. ഓക്കെ, ശ്രീ ജയൻ. എടോ
എടോ ആയിട്ടില്ലടോ. ഈ ചത്ത ആൾക്കാരൊക്കെ മേത്ത് കയറണ്ടേ? വെറുതെ മ്യൂസിക് ഇട്ടിട്ട് എന്താ കാര്യം? അത് ശരി, എന്നാ മേത്ത് കയറിയതിനു ശേഷം മ്യൂസിക് ഇടാം. ജയം വേണ്ട, വേറെ വേറെ സൂപ്പർ താരങ്ങളില്ലേ, അവരനുകരിക്കും. മമ്മൂട്ടി. താനാ? മമ്മൂട്ടിയാ? മമ്മൂട്ടി അടിപൊളിയാണ്. മമ്മൂട്ടി അടിപൊളിയാണെന്ന് അറിയാം. താൻ ചെയ്യുന്ന അടിപൊളിയാണോ? എന്നാൽ പെട്ടെന്ന് ചെയ്യും. അത് മമ്മൂട്ടിയുടെ ശബ്ദം മാത്രം പോരാ, അതിന്റെ മാനറിസം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണം. മനസ്സിലായി? അതൊക്കെ ചെയ്യാം. ശ്രീ മമ്മൂട്ടി. രാമൻ നായരല്ലേ? എന്തെന്നാണ് തേക്കണത്? എന്തെന്നാണ് തേക്കണത്? മണ്ണെണ്ണ. പൊട്ടൻ ചുക്കാതി തൈലം. ചെറിയ കുപ്പി 10 റുപ്യ, ഇടത്തരം കുപ്പി 20 റുപ്യ, വലിയ കുപ്പി 40 റുപ്യ. ബെൽറ്റ് മേടിക്കണം നിങ്ങൾക്ക് നല്ലത്. അതെന്താ? അതിൽ അളവിൽ കൂടുതലുണ്ടാവും. എടോ ഇതൊക്കെയാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ചിരി. മതി മതി. ഇത് മോഹൻലാൽ പറ. മോഹൻലാൽ. എടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയുമേ തോട്ടിയേറ്റി കളിച്ചപ്പോ കൊണ്ടു എന്ത് കുന്തം. അപ്പോൾ എടഞ്ഞു നിന്ന് ആര്? കൊമ്പനാന. എൻ്റെ അച്ഛൻ്റെ കാലുമെന്ന് നഖം വെട്ടിത്തരാ, ചവിട്ടിന്ന് പൂട വരച്ച് തരാ, കൊണ്ടുപോയി കത്തിച്ചോ. എവിടെ? ചന്ദനമുട്ടിന്റെ മുകളിൽ. നീ പോമോനെ, നീ പോമോനെ. ദിനേശ അയാള്. പക്ഷെ എന്താണ് ഇതിങ്ങനെയാണ് മോഹൻലാൽ? മോഹൻലാലിന്റെ വളരെ ഗാംഭീര്യമുള്ള ശബ്ദമാണ്, നല്ല പഞ്ച് ഡയലോഗ് അല്ലേ? ഇങ്ങനെ ഒന്നും ശരിയാവില്ല. നിനക്ക് മിമിക്രി അറിയില്ല, പാട്ടും അറിയില്ല, ഡാൻസും അറിയില്ല, ഒന്നും അറിയാൻ പാടില്ല. ഡാൻസ് അടിപൊളിയാണ്. ഡാൻസ് അടിപൊളിയാണ്. നീ ഒരു താരത്തെ കൂടെ അനുകരിച്ച് കാണട്ടെ. ആരാണ്? സുരേഷ് ഗോപി പറ്റുമോ? സുരേഷ് ഗോപി ഞാൻ ചെയ്യും. സുരേഷ് ഗോപി എന്നറിയുമല്ലേ? സൂപ്പർ. ആലക്കാട്ടിൽ കോക്കാച്ചി. കോക്കാച്ചി മാക്കാച്ചി മതി. നിന്റെ അഭിനയ മിമിക്രി ഒക്കെ മതി. നിനക്ക് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല, മിമിക്രി അറിയില്ല, ഒന്നും അറിയാൻ പാടില്ല. പിന്നെ എങ്ങനെ നീ സിനിമയിൽ അഭിനയിക്കും? അല്ല, ഞാൻ ഡാൻസ് കളിക്കും. ഏത് പാട്ടിട്ടാണ് ഡാൻസ് കളിക്കും? വെറൈറ്റി ഡാൻസ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ട് വെച്ച് തരാം. നീ കളിക്കും? കളിക്കും. ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. ഇതും കൂടെ കറക്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് പുറത്ത് കളയും. അത് അടിപൊളിയാണ്. ഞാൻ ഡാൻസ് ചെയ്യും. എന്തൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് താൻ? ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം, ക്ലാസിക്കല്. ഞാൻ ചെയ്യാത്ത ഡാൻസുകളില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാട്ട് വെച്ച് തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ പ്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കണം. ഓക്കെ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അയ്യോ എടോ, ഞാനല്ല അനുഗ്രഹിക്കേണ്ടത്. അപ്പൊ താനല്ല കുനിയേണ്ടത്. അല്ല, എനിക്ക് കുമ്പിടാൻ പറ്റില്ല. എന്താണ്? അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പാട്ട് വെച്ചിരുന്ന ഡാൻസ് കളിച്ച ലാസ്റ്റ് ചാൻസ് ആണ്. എന്റെ അനുഗ്രഹവും കാര്യങ്ങളൊന്നും അല്ല. സോപ്പിടാൻ നോക്കണ്ട. ഞാൻ പാട്ട് വെച്ചുതരാം. ഞാൻ കളിക്കാം ആദ്യം. ഇവിടെ വാ. ഇതെന്താണ് ഈ കാണിച്ചത്? സാറേ, പാന്റ് കീറിയതാണ് സാറേ. കടന്നു പോടാ.